വൈൻ പ്രിപ്പറേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുന്തിരിയിൽ നിന്നും അതുപോലെ വീട്ടിലുണ്ടാകുന്ന പഴങ്ങളായ ചക്ക, കൈതച്ചക്ക തുടങ്ങിയവയിൽ നിന്നും ഏത് വൈനും ഈസിയായി വീട്ടിലുണ്ടാക്കാവുന്ന ഒരു മെത്തേഡാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു 100 ഗ്രാമോളം ഗോതമ്പ് ഇതിനായി ആവശ്യമുണ്ട്. നന്നായി കഴുകി ഉണക്കിയ 4-5 വറ്റൽമുളക് ഇതിനായി എടുക്കുക. പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. വളരെ കുറച്ച് ഗ്രാമ്പൂ, കറുവാപ്പട്ട തുടങ്ങിയ സ്പൈസസ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വൈൻ നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട പ്രോസസ്സാണ് ഫെർമെൻറ്റേഷൻ. അതിനായി കുറച്ച് ഈസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് വൈൻ നിർമ്മാണത്തിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ്, ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും അതൊരു 5 കിലോയോളം എടുക്കുക. ചക്ക, കൈതച്ചക്ക തുടങ്ങിയ ഫ്രൂട്ട്സുകൾ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ നീര് ഇറക്കുക. ഇപ്രകാരം നമ്മൾ തിളപ്പിച്ച് എടുത്ത ഫ്രൂട്ട് ബേസ് തണുത്ത ശേഷം അരിച്ചു മാറ്റുക. അതിൻ്റെ വേസ്റ്റുകളും മറ്റും എടുത്ത് പൂർണ്ണമായി മാറ്റി നീര് മാത്രമായി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. നമ്മൾ അരിച്ചെടുത്ത ഫ്രൂട്ട് ബേസ് ഒരു കൽഭരണിയിലേക്കോ ഗ്ലാസ് ഭരണിയിലേക്കോ മാറ്റാവുന്നതാണ്. ഇങ്ങനെ തിളപ്പിച്ച ഫ്രൂട്ട് ബേസിൻ്റെ ഒരു മെച്ചം എന്തെന്നാൽ അതിൽ വേസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റ് കീടങ്ങളോ ഇല്ലാത്തതിനാൽ അത് നശിച്ചു പോകാനുള്ള സാധ്യത കുറവാണ്. ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു പിടി ഗോതമ്പ്, 4-5 ഗ്രാമ്പൂ, 4-5 കറുവാപ്പട്ട, 4-5 മുളക്, കുറച്ച് പഞ്ചസാര, വളരെ കുറച്ച് ഒരു 10-20 ഗ്രാമോളം ഈസ്റ്റ് എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുന്തിരി വൈനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കൂടുതൽ നിറവും കൂടുതൽ വീര്യവും കിട്ടാനായി 1-2 ബീട്രൂട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഗോതമ്പ് നമ്മൾ കിഴി കെട്ടിയിടുകയാണെങ്കിൽ അത് പിന്നീട് എടുത്തു മാറ്റാൻ എളുപ്പമുണ്ടാവുന്നതാണ്. പഞ്ചസാര ഇടുമ്പോൾ അധികമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് വേണ്ടതിൽ നിന്ന് കുറച്ച് മാത്രം പഞ്ചസാര ആദ്യം ഇടുക. ഉദാഹരണത്തിന് 5 കിലോ ഫ്രൂട്ട് ബേസിന് 1 കിലോയിൽ താഴെ മാത്രം ആദ്യം ഇടുക. പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈസ്റ്റിൻ്റെ കാര്യത്തിലും നമ്മൾ അളവ് കൂടി പോകാതെ നോക്കണം. 5 കിലോ ഫ്രൂട്ട് ബേസിന് പരമാവധി 10-20 ഗ്രാം ഈസ്റ്റ് ഇട്ടാൽ മതിയാവും. അങ്ങനെ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഭരണിയിൽ ഇട്ട് കഴിഞ്ഞു. ഇനി നന്നായി ഭരണി സീൽ ചെയ്ത ശേഷം വൃത്തിയുള്ളൊരു തുണി കൊണ്ട് ഭരണിയുടെ വായ് മൂടി കെട്ടുക. 1-2 ദിവസം നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഒരു 30-32 ദിവസം നമ്മൾ ഇത് ഇങ്ങനെ തന്നെ സൂക്ഷിക്കുക. അങ്ങനെ 30 ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ വൈൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ വൈൻ നമ്മൾ അരിച്ചെടുത്ത ശേഷം ഗ്ലാസിൻ്റെ കുപ്പികളിലേക്ക് മാറ്റി നന്നായി അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. എത്ര കാലം വേണമെങ്കിലും ഈ വൈൻ ഇരിക്കുന്നതാണ്. പഴകും തോറും വൈൻ്റെ വീര്യം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.